നമസ്കാരം. പ്രീത സീസണൽ ഗാർഡൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത് നമ്മളൊക്കെ റോസായിലുള്ള കുരുടിപ്പും മുരടിപ്പും മാറ്റി ഒരു ഹെൽത്തി ആയിട്ടുള്ള റോസ ചെടിയാക്കി മാറ്റുന്നതിനുള്ള എളുപ്പ വഴി എങ്ങനെയാണെന്നാണ് കാണിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് ഇടാം. ഇതൊരു ഹൈബ്രിഡ് റോസയാണ്, മൾട്ടി കളറാണ്. പക്ഷെ കണ്ടോ ഒരു പൂ വിരിഞ്ഞിന്റെ തണ്ടൊക്കെ നിൽക്കുന്ന നോക്കി ഒരുമാതിരി വാടിക്കഴിഞ്ഞ് മുരടിച്ച മാറ്റം നിൽക്കുക. ഇതിനെ 2 ആഴ്ച നമുക്ക് എങ്ങനെ മുരടിപ്പ് മാറ്റാമെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ കാണിക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള 3 സാധനങ്ങളുണ്ടോ ഈ മുരടിച്ചിരിക്കുന്ന റോസയുടെ പൂ വിരിഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കാതിരിക്കുന്നത് ഉണങ്ങി മാറി നിൽക്കുന്ന ഈ റോസ എങ്ങനെ മുരടിപ്പ് മാറ്റി നല്ല എനർജറ്റിക് ആയിട്ട് നിർത്തുന്ന എങ്ങനെ നോക്കും. അത് നമ്മുടെ വീട്ടിലുള്ള 3 സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഒന്ന് ഡെറ്റോളാണ്. ഇപ്പോൾ ഒരു ഏകദേശം ഒരു മുട ഉള്ളെങ്കിൽ അതിനനുസരിച്ച് ഇപ്പോൾ ഒരു 2.5 ml ആവശ്യമുള്ള ഒരു മുടയേ ഉള്ളൂ എനിക്ക്. ഡെറ്റോൾ എടുത്തു. അത്രയും തന്നെ ഹൈഡ്രം പെറോക്സൈഡ് 2.5 ml ഹൈഡ്രം പെറോക്സൈഡ്. ഇതൊക്കെ മെഡിക്കൽ സ്റ്റോറിൽ കിട്ടുന്നു. ഇവർ 20 രൂപയുള്ളൂ. അത്രയും തന്നെ ഹൈഡ്രം പെറോക്സൈഡ് എടുത്തു. അപ്പം ഇതിൻ്റെ ഇരട്ടി വെള്ളം കൂടെ ചേർക്കും. 2.5 ml ഇത്രയും വെള്ളം ചേർക്കും. എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു ടൂത്ത് ബ്രഷ് ഉണ്ട്, പഴയ ടൂത്ത് ബ്രഷ് എടുത്ത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത ഡെറ്റോളും ഹൈഡ്രം പെറോക്സൈഡ് വെള്ളം കൂടെ ചേർത്ത് മിശ്രമാണ്. ഇത് ടൂത്ത് ബ്രഷ് മുക്കിട്ട് ഇങ്ങനെ നല്ലതായിട്ട് തേച്ചു ഉണ്ടോ. ഇങ്ങനെ എവിടെയൊക്കെയാണ് മുരടിച്ചിട്ട് അവിടെ എല്ലാം നമ്മളിങ്ങനെ തേച്ചു കൊടുക്കും. ഒരു 2 ആഴ്ച ആകുമ്പോഴത്തേക്ക് നല്ല കുരുടിപ്പൊക്കെ മാറി നിറച്ച ഇലകളൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് ഇത് വരും. ഞാനത് പരീക്ഷിച്ച് നോക്കി വിജയിച്ചാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ റോസയൊക്കെ ഹൈബ്രിഡ് റോസയ്ക്കെല്ലാം ഇങ്ങനൊരു കുഴപ്പമുണ്ട്. ഉണക്കം എത്ര വെള്ളം ഒഴിച്ചാലും ഈ രീതിയിൽ തന്നെ അത് നീക്കത്തുള്ളൂ. ഇത് ചെയ്ത് നോക്കി, നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം. ഇത് 100% റിസൾട്ട് ഉറപ്പാണ്. നമ്മുടെ സൂത്രവിദ്യ ഈ റോസയിൽ പരീക്ഷിച്ച ശേഷം ഉണ്ടായ ഒരു മാറ്റമാണിത്. കണ്ടോ, ആദ്യത്തെ ഇത് തന്നെ ഉണങ്ങി നിൽക്കുക. അത് ഞാൻ ഈ വീഡിയോ കാണിക്കണ്ട, ഈ ഫ്ലവർ ഉൾപ്പെടെയാണ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒടിച്ചു കളയരുത്. കണ്ടോ, അതിനുശേഷം നമ്മുടെ ആ സൂത്രവിദ്യ പ്രയോഗിച്ചിട്ട് നമ്മുടെ റോസയ്ക്ക് 2 മുട്ടൊന്നും. ഇത് ബ്ലാക്ക് റോസ് ആണ്, അതുകൊണ്ടാണ് ഇതിൻ്റെ ഈ കളറിൽ ഇരിക്കുന്നത്. നല്ല 3 ശാഖകൾ കിളിച്ച് ഉണങ്ങി കുടിച്ച് നിന്നൊരു കമ്പാണ് ഇത്. നിങ്ങൾക്കും പരീക്ഷിക്കാം. നമ്മൾ നല്ല നല്ല വില കൊടുത്താണ് 10, 500, 600 ഒക്കെ രൂപ കൊടുത്ത് നല്ല റോസ് വാങ്ങിക്കാറുണ്ട്. റോസ് ട്രീയും വാങ്ങിക്കാറുണ്ട്. പക്ഷെ കണ്ടോ, ഇങ്ങനെ കുറച്ചാൾ നമ്മുടെ വീട്ടിൽ കൊണ്ടുവച്ച് കുറച്ച് കഴിയുമ്പോഴത്തെ റോസ ഇങ്ങനെ പരുവാകും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ രീതി പരീക്ഷിക്കാൻ. വീട്ടിൽ നിസ്സാര 2 വസ്തുക്കൾ മാത്രമാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ റോസ മുരടിക്കുവാണെങ്കിൽ നിങ്ങൾക്കിത് പ്രയോഗിക്കാവുന്നതാണ്. ഇത് 2 ആഴ്ച കൊണ്ട് നമ്മുടെ വിദ്യ പ്രയോഗിച്ചിട്ടുള്ള വളർച്ചയാണ് ഈ കാണുന്നത്. കണ്ടോ, 2 മുട്ടായി കഴിഞ്ഞു. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.